ഹായ് കൂട്ടുകാരെ, 2019 നടന്ന SSLC മാത്തമാറ്റിക്സ് എക്സാമിൽ നമ്മുടെ കോർഡിനേറ്റ്സ് എന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചൊരു ചോദ്യമാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ക്യുലറ്റിന്റെ ക്വസ്റ്റ്യൻ ബുക്കിലെ സീരീസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമുക്ക് ഇന്നൊരു ചോദ്യം ചെയ്യാനുള്ളത് 12ാമത്തെ ചോദ്യമാണ്. ദ കോർഡിനേറ്റ്സ്, അപ്പോൾ കോർഡിനേറ്റ് എന്നുള്ള ചാപ്റ്ററിൽ നിന്നാണെന്ന് മനസ്സിലായല്ലോ. ദ കോർഡിനേറ്റ്സ് ഓഫ് ടു ഓപ്പോസിറ്റ് വെർട്ടീസസ് ഓഫ് എ റെക്ടാങ്കിൾ ആർ 7,8 ആൻഡ് 1,3. ഓക്കെ, ഒരു റെക്ടാങ്കിൾ ഉണ്ട്. ആ റെക്ടാങ്കിളിന്റെ ഓപ്പോസിറ്റ് വെർട്ടീസസ് നമുക്ക് കോർഡിനേറ്റ്സുകൾ തന്നിട്ടുണ്ട്, 7,8ഉം 1,3ഉം. വിത്തൗട്ട് drawing coordinate axes, mark these points as the vertices of a rectangle with left, right and top bottom position correct. അപ്പോൾ ആക്സസ് വരയ്ക്കാതെ നമുക്കിത് എഴുതാൻ പറ്റണം. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന പോയിന്റ് 7,8ഉം 1,3ഉം ആണ്. ഓക്കെ, സപ്പോസ് റെക്ടാങ്കിൾ ഇതാണെന്ന് സങ്കല്പിക്കുക. ഇങ്ങനെയാണ് റെക്ടാങ്കിൾ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ എടുക്കും? ഞാനാണെങ്കിൽ എടുക്കുന്നത്, ഞാൻ എപ്പോഴും ആദ്യം എക്സ് വാല്യൂ നോക്കും. ഇവിടെ 7 ആണ്, ഇവിടെ 1 ആണ്. സോ അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയാനൊക്കും, ഈ പോയിന്റ് ആദ്യം വരും 1,3. അത് കഴിഞ്ഞതിന് ശേഷം ഇങ്ങോട്ട് മാറിയേ 7,8 എഴുതത്തുള്ളൂ. അത് എന്തിന്റെ ബേസിലെടുത്താണ്? എക്സ് പൊസിഷൻ മാത്രം എടുത്താണ്. ഓക്കെ, അതേപോലെ ഇനി ഇതിലേതാണ് മുകളിൽ, ഇതിലേതാണ് താഴെ എന്ന് നോക്കുന്ന പരിപാടി. അതിന് ഞാൻ ചെയ്യുന്നത്, അപ്പൊ ഇത് ലെഫ്റ്റ് സൈഡിലും ഇത് റൈറ്റ് സൈഡിലും ആണെന്ന് മനസ്സിലായി. ഇനി നോക്കേണ്ടത് y ആണ്. ഇത് 3, ഇവിടെ 8. ശരിയല്ലേ? അപ്പൊ ഈ ചെറുത് താഴെ വരും. അതായത് 1,3 എന്നുള്ളത് ഏകദേശം ഇവിടെയായിട്ടും, അതിന്റെ നേരെ ഞാൻ എഴുതത്തില്ല, 7,8 എഴുതത്തില്ല, ഇച്ചിരി മുകളിലായിട്ട് 7,8. റീസൺ മനസ്സിലായോ? എക്സ് വാല്യൂ ചെറുത് ലെഫ്റ്റിലേക്ക് വരും, y വാല്യൂ ചെറുത് താഴേക്ക് വരും. ആ ഒരു രീതിയിലാണ് ഞാൻ എടുത്തത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എവിടെ എഴുതും? ഈ പോയിന്റിനെ 1,3 എന്നും ഈ പോയിന്റിനെ 7,8 എന്നും നമുക്ക് എടുക്കാം. ശരിയല്ലേ? ഓക്കെ, അടുത്ത ചോദിച്ചേക്കുന്നത് ഫൈൻഡ് ദി അതാണ് A ചോദ്യം കേട്ടോ. ഫൈൻഡ് ദി കോർഡിനേറ്റ്സ് ഓഫ് അതർ ടു വെർട്ടീസസ്. ബാക്കി രണ്ടെണ്ണത്തിന്റെയും കോർഡിനേറ്റുകൾ എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ സിമ്പിൾ ആണ്. ഇതേ എക്സ് തന്നെ, ഇത് എക്സ് ആയതുകൊണ്ട് ഇതേ y തന്നെ ഇവിടെ കൊണ്ടെഴുതണം. 3 എക്സ് ഇതിൻ്റെതും എഴുതണം. 7,3 എന്ന് കിട്ടും. ഇവിടെ എക്സ് സെയിം തന്നെ എഴുതണം, പക്ഷെ y ഇവിടുത്തെ. ക്ലിയർ ആണല്ലോ? അത് നമ്മൾ പറയത്തില്ലേ, എക്സ് ആക്സിസിന് പാരലൽ ആണെങ്കിൽ y വാല്യൂ മാത്രമേ മാറത്തുള്ളൂ, y ആക്സിസിന് പാരലൽ ആണെങ്കിൽ എക്സ് മാത്രമേ. പറഞ്ഞത് തെറ്റിപ്പോയോ എന്ന് എനിക്ക് സംശയം. എക്സ് ആക്സിസിന് പാരലൽ ആണെങ്കിൽ y മാത്രം, y സെയിം ആയിരിക്കും. y ആക്സിസിന് പാരലൽ ആണെങ്കിൽ എക്സ് സെയിം ആയിരിക്കും. ഓക്കെ, ഇനി വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ഇറ്റ്സ് ഡയഗണൽസ്? ഡയഗണൽസിന്റെ ലെങ്ത് ആണ് നമ്മൾ ചോദിക്കുന്നത്. ഈ ഡയഗണലിന്റെ ലെങ്ത് എത്രയാണ്? അത് നമുക്ക് ഫോർമുല വെച്ച് കണ്ടുപിടിക്കാം. ബി ചോദ്യം ഓൾറെഡി ചെയ്ത് കഴിഞ്ഞട്ടോ. ബി ചോദ്യത്തിൽ 1,8 ആൻഡ് 7,3. ഓക്കെ, ഇനി സി ചോദ്യത്തിൽ ഡയഗണൽ ഞാനിത് D1 എന്ന് എടുക്കുവാണേ, അല്ലെങ്കിൽ നിങ്ങളിവിടെ പേരൊക്കെ ഇട്ട് ചെയ്തോളൂ. D1 = ഞാൻ ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിക്കുവാണ്. y1 മൈനസ് അങ്ങനെ വേണമെങ്കിലും എഴുതാം. x മൈനസ് x1 1 മൈനസ് 7 the whole square plus 3 മൈനസ് 8 the whole square. റൂട്ട് ഓഫ് 1 ന്ന് 7 പോയാൽ -6 കിട്ടും. -6ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 36 വരും. 3 ന്ന് 8 പോയാൽ -5 കിട്ടും. -5ന്റെ സ്ക്വയർ 25. കൂട്ടുമ്പോൾ എത്ര കിട്ടും? 3 2 5 6 5 11 61. റൂട്ട് 61 എന്ന് കിട്ടും. പിന്നെ അടുത്ത ഡിസ്റ്റൻസ്, ഇതിന്റെ ലെങ്ത് കണ്ടുപിടിച്ചാൽ 1 മൈനസ് 7 8 മൈനസ് അത് തന്നെ സെയിം ലെങ്ത് ആണ് കേട്ടോ. ഓക്കെ, 6ന്റെ സ്ക്വയർ 36, 5ന്റെ സ്ക്വയർ 25. അതും കൂട്ടിയാൽ റൂട്ട് 60. അപ്പോൾ രണ്ടും സെയിം ആണ്, ഡയഗണൽ സെയിം ആണ് കേട്ടോ. റെക്ടാങ്കിൾ ആയതുകൊണ്ട് ഡയഗണൽ സെയിം ആണല്ലോ.
ഞാൻ ഓർത്തില്ല. ഒരു ഡയഗണൽ കണ്ടുപിടിച്ചാൽ മതിയേ. ഇത്രേ ഉള്ളൂ. 3 ചോദ്യങ്ങളാണ്. പെട്ടെന്ന് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് ഓക്കെ.